ഇത്രത്തോളം ഇമിഗ്രൻസ് ഉള്ള കാനഡയിൽ, അതായത് 10 പേരെ എടുക്കുവാണെങ്കിൽ അതിൽ 8 പേരും ഇമിഗ്രൻസ് ആയിരിക്കും. ലോകത്തെ പല രാജ്യങ്ങളിൽ നിന്നും ഇവിടെ സ്റ്റുഡൻ്റായിട്ടും വർക്ക് വിസയിലും ഇവിടെ ആൾക്കാർ വരാറുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ സമരങ്ങളിൽ ഇന്ത്യൻസിനെ മാത്രം കാണുന്നത്? എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ കാനഡയിൽ കുറേ നാളുകളായിട്ട്, അതായത് കുറേ മാസങ്ങളായിട്ട് വിദ്യാർത്ഥി സമരം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലായിടത്തും ഒരു നെഗറ്റീവ് ന്യൂസാണ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതായത് കാനഡയിൽ ഇനി വിദ്യാർത്ഥികൾക്ക് വരാൻ പറ്റില്ല, അല്ലെങ്കിൽ ഉള്ള വിദ്യാർത്ഥികളെ ഡീപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും, ഇനി ഇങ്ങോട്ട് ആരും വരണ്ട, അങ്ങനത്തെ ഒരുപാട് നെഗറ്റീവ് ന്യൂസാണ് നാട്ടിലാണെങ്കിലും ഓവറോൾ വേൾഡിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പം എന്താണ് അതിൻ്റെ സത്യാവസ്ഥ? ഇനി വരുന്ന സെപ്റ്റംബർ ഇൻടേക്കിലേക്ക് വരാനിരിക്കുന്ന പിള്ളേർ, അല്ലെങ്കിൽ ഇനി ഇവിടത്തേക്ക് പിള്ളേരെ അയക്കണം എന്ന് ആഗ്രഹിക്കുന്ന പാരൻസിന് ഒരുപാട് കൺസേൺ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഈ സ്റ്റുഡൻറ്റ് പ്രൊട്ടസ്റ്റ് എന്താണ് സത്യത്തിൽ? അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അറിയേണ്ടത് കാനഡയിലേക്ക് വരാനുള്ള പ്രോസസ്സ്, അല്ലെങ്കിൽ സ്റ്റുഡൻ്റായിട്ട് എങ്ങനെയാണ് കാനഡയിൽ വരേണ്ടതെന്നും. അപ്പോൾ നമുക്ക് കുറച്ച് പിന്നിലോട്ട് പോകാം, കാരണം നേരത്തെ എന്തായിരുന്നെന്നും ഇപ്പോഴെന്തായിരുന്നു ഡിഫറൻസ് എന്നും അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഒരു 10 വർഷം മുന്നേ, അതായത് ഇപ്പോൾ 2024 ആണ്, 2014 ആ സമയത്തൊക്കെ നോക്കുവാണെങ്കിൽ ഇവിടെ നേരിട്ട് സ്റ്റുഡൻ്റായിട്ട് വരുന്ന ഒരാൾക്ക് PR കിട്ടാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലായിരുന്നു. അവരിവിടെ വന്ന് ജോലി ചെയ്ത് ഒരു വർഷം, അതായത് അവരുടെ പഠനം കഴിഞ്ഞിട്ട് ഒരു വർഷം ഇവിടെ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും അവർക്ക് PR-ലേക്ക് ഡയറക്റ്റ് ആപ്ലിക്കേഷൻ ഇടാവുന്നതും അവർക്ക് സുഖമായിട്ട് PR കിട്ടുന്നതായിരിക്കും. എന്നാൽ 2015 ഒരു പുതിയൊരു സിസ്റ്റം അവർ കൊണ്ടുവന്നു, എക്സ്പ്രസ് എൻട്രി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ക്രീമായിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ PR കിട്ടത്തുള്ളൂ. പോയിന്റ് ബേസ് സിസ്റ്റമാണ്. അതിൽ വന്നിട്ട് നമ്മുടെ ഏജ് ആണെങ്കിലും, നമ്മുടെ എഡ്യൂക്കേഷൻ ആണെങ്കിലും, നമ്മുടെ വർക്ക് എക്സ്പീരിയൻസ്, നമ്മുടെ ഫോറിൻ എക്സ്പീരിയൻസ്, പിന്നെ നമ്മുടെ ലാംഗ്വേജ്, ഇതെല്ലാം നോക്കിയിട്ടാണ് അവർ ഒരു പോയിൻറ്റ്സ് മൊത്തത്തിൽ നോക്കുന്നതും നമുക്കൊരു പെർട്ടിക്കുലർ പോയിന്റ് കിട്ടുന്നതും. 2 ആഴ്ചയിൽ ഒരിക്കൽ ഒരു ഡ്രോ നടക്കുകയും അതിനകത്ത് നമ്മൾ സെലക്ട് ആവുകയാണെങ്കിൽ നമുക്ക് PR ആപ്ലിക്കേഷൻ ഇടാൻ പറ്റുന്നതാണ്. അപ്പം 2015 ആ ഒരു സമയത്താണ് ഇത് വരുന്നതും. ഇവിടെ പഠിക്കുന്ന സ്റ്റുഡൻ്റായിട്ട് വരുന്ന ആൾക്കാർക്ക് ഒരു 100 പോയിൻറ്റ്സ് അതിൽ സുഖമായിട്ട് കിട്ടുമായിരുന്നു. കാരണം ഇവിടെ പഠിച്ചതിന് 50 പോയിൻറ്റും ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ആകുമ്പോഴത്തേക്ക് 50 പോയിൻറ്റും, അങ്ങനെ അവരുടെ ഫയൽ സുഖമായിട്ട് കയറി പോകുമായിരുന്നു, അവർക്ക് PR കിട്ടുമായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് ഒരു 2018-19 ആ സമയത്തായപ്പോഴത്തേക്കും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കോവിഡ് ഹിറ്റ് ചെയ്ത്. കോവിഡിന് കുറച്ച് മുന്നേയൊക്കെ ഇവരൊരു സിസ്റ്റം കൊണ്ടുവന്നു, PNP എന്ന് പറഞ്ഞൊരു സിസ്റ്റം. ഇത് ഞാൻ ഇതിൻ്റെ അകത്ത് പറയുന്നത് കാരണം മുന്നോട്ട് ഈ ഒരു പ്രൊട്ടസ്റ്റിനകത്ത് ഈ PNPയും വലിയൊരു കാര്യമാണ്. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. അപ്പോൾ PNP എന്ന് പറഞ്ഞാൽ പ്രൊവിൻഷ്യൽ നോമിനി പ്രോഗ്രാമാണ്. അതായത് നമുക്ക് ഇവിടെ കാനഡയിൽ 10 പ്രൊവിൻസ് ഉണ്ട്. ആ പ്രൊവിൻസിലേക്ക് ആൾക്കാരെ, പെർട്ടിക്കുലർ പ്രൊവിൻസിൽ ആൾക്കാരെ വേണമെങ്കിൽ ആ പ്രൊവിൻസ് ഒരു നോമിനേഷൻ തരുന്നതായിരിക്കും. ആ ഒരു നോമിനേഷൻ വെച്ചിട്ട് നമുക്ക് എക്സ്പ്രസ് എൻട്രി പൂളിനകത്ത് നമ്മുടെ ഫയൽ ഇട്ടിട്ട് നമുക്ക് സുഖമായിട്ട് ഇവിടെ PNP മുഖേന എക്സ്പ്രസ് എൻട്രി വഴി ഇവിടെ എത്താവുന്നതാണ്. 2020 ഒക്കെ ആയപ്പോഴത്തേക്കും കോവിഡ് ഹിറ്റ് ചെയ്തു. ഇവിടുത്തെ കോൾസ്, അതായത് PR കോൾസ് നിർത്തി വയ്ക്കുകയുണ്ടായി. ഏകദേശം 2-3 ഇയേഴ്സ് ഇല്ലായിരുന്നു. 2022 തോന്നുന്നു ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ജൂണോ ജൂലൈ മാസത്തിൽ ഞാനിവിടെ ഉണ്ടായിരുന്ന സമയത്താണ് ഇവിടെ വീണ്ടും കാനഡ വിളിക്കുന്നു, അതായത് എക്സ്പ്രസ് എൻട്രി ഡ്രോസ് വീണ്ടും അവർ സ്റ്റാർട്ട് ചെയ്തു. ആ സമയത്ത് സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്കും ഡ്രോസ് എന്ന് പറഞ്ഞാൽ നേരത്തെ കോവിഡിന് മുന്നേ 460s 450s കിടന്ന സ്കോഴ്സ് കോവിഡ് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും സ്കോഴ്സ് നേരെ 500-ന് മുകളിലേക്ക് പോയി, അല്ലെങ്കിൽ 490s മേളിലേക്ക് പോയി. അത് ഇപ്പോഴും 500-ന് മുകളിലാണ്. 2 വർഷമായിട്ടും 500-ന് മുകളിലാണ്. അപ്പം ഇവിടെ സ്റ്റുഡൻ്റായിട്ട് പഠിച്ചുകൊണ്ടിരുന്ന ആളുകൾക്ക് ഈ എല്ലാ സ്കോറും, അഡീഷണൽ പോയിൻറ്റ്സ് എല്ലാം കിട്ടിയിട്ട് പോലും ഈ 500 എന്ന് പറയുന്ന ആ ക്രൈറ്റീരിയ മീറ്റ് ചെയ്യാൻ പറ്റാതെയായി. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു വർഷം ഇവിടെ പഠിക്കാനാണ് നിങ്ങൾ വരുന്നതെങ്കിൽ 1 വർഷം കൂടി നിങ്ങൾക്ക് ഇവിടെ അവർ സ്റ്റേ ബാക്ക് തരും, അതായത് ഇവിടുത്തെ വർക്ക് പെർമിറ്റ് തരും. അതിനെ പറയുന്ന PGWP എന്നാണ്, പോസ്റ്റ് ഗ്രാജുവേറ്റ് വർക്ക് പ്രോഗ്രാം എന്നാണ്. അപ്പോൾ 2 വർഷം നിങ്ങൾ പഠിക്കാൻ വരുവാണെങ്കിൽ നിങ്ങൾക്ക് 3 വർഷം ഇവിടെ നിങ്ങൾക്ക് സ്റ്റേ ബാക്ക് തരും. അപ്പം ഈ സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ യു ആർ എൻടൈറ്റിൽ ടു ഗോ ബാക്ക്, അതായത് നിങ്ങൾ തീർച്ചയായിട്ടും തിരിച്ച് പോയേ പറ്റുള്ളൂ. അൺലെസ് ആൻഡ് അൺടിൽ നിങ്ങൾക്കൊരു വർക്ക് പെർമിറ്റ്, ഒരു അഡീഷണൽ വർക്ക് പെർമിറ്റ്, ഒരു എംപ്ലോയർ നിങ്ങളുടെ സ്കില്ല് വെച്ചിട്ട് ഒരു എക്സ്ട്രാ വർക്ക് പെർമിറ്റ് കിട്ടുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ PR കിട്ടുകയോ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇനി ഈ മേജർ ഡിമാൻഡ്സ് അവരുടെ എന്താണെന്നും ഇതിൻ്റെ അകത്ത് അവർക്ക് എന്താണ് പറയാനുള്ളതെന്നും നമുക്ക് നോക്കാം. അവരുടെ ഏറ്റവും മേജർ ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് വർക്ക് പ്രോഗ്രാമിൻ്റെ എക്സ്റ്റൻഷനാണ്. അതായത് കോവിഡ് സമയത്ത് ഇവിടെ ഞാൻ പറഞ്ഞു നേരത്തെ, ഇവിടെ PR ഡ്രോസ് എല്ലാം നിർത്തി വെച്ചുകയുണ്ടായി. അപ്പോൾ ഈ 3 ഇയർ അല്ലെങ്കിൽ 1 ഇയർ എക്സ്റ്റൻഷൻ കിട്ടിയ പിള്ളേർക്ക് അവരുടെ PR ഫയൽ ചെയ്യാൻ പറ്റിയില്ല, അല്ലെങ്കിൽ PR ഫയൽ ചെയ്തിട്ട് PR കോളുകളൊന്നും വിളിക്കാത്തതിനാൽ അവർക്ക് തിരിച്ചു പോകേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നു. അതിനാൽ ഗവൺമെൻറ് ചെയ്തതെന്ന് പറഞ്ഞാൽ, ഇങ്ങനെ വർക്ക് പെർമിറ്റ് എക്സ്പയർ ആവാൻ പോകുന്ന പിള്ളേർക്ക്
1.5 വർഷം, അതായത് 18 മാസത്തെ എക്സ്റ്റൻഷൻ കൊടുക്കുകയുണ്ടായി. അന്ന് തന്നെ അവർ പ്രഖ്യാപിച്ചപ്പോൾ പറഞ്ഞതാണ് ഇതൊരു വൺ ടൈമാണ്, അല്ലെങ്കിൽ ഇതൊരു ടെമ്പററി എക്സ്റ്റൻഷനാണ് അവർ കൊടുക്കുന്നത്. സാധാരണ 2 ഇയേഴ്സോ 5 ഇയേഴ്സോ കാനഡയിൽ സ്റ്റേ ചെയ്യാൻ പറ്റുന്ന പിള്ളേർക്ക് അതിന് പകരം 1.5 ഇയേഴ്സ് എക്സ്ട്രാ തരുന്നതായിരിക്കും. അതായത് സെപ്റ്റംബർ 2023 ഇത് കഴിഞ്ഞു, അതിൻ്റെ കാലാവധി കഴിഞ്ഞു. അപ്പോൾ ഇത് തിരിച്ചു കൊണ്ടുവരണം, അല്ലെങ്കിൽ ഞങ്ങൾ 5 വർഷം കാനഡയിലായി, ഞങ്ങൾക്ക് ഇതുവരെ PR ആയിട്ടില്ല, ഞങ്ങൾക്ക് പോയിൻ്റ് മീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അതുകൊണ്ട് അത് തിരിച്ചു കൊണ്ടുവരണം, ഞങ്ങൾക്ക് വീണ്ടും 18 മാസത്തെ എക്സ്ട്രാ സമയം തരണം, എന്നാൽ മാത്രമേ ഞങ്ങൾക്ക് ഇവിടെ PR മീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആ ഒരു കാര്യമാണ് പ്രൊട്ടസ്റ്റ് മേജറായിട്ട് പറയുന്ന ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം അവർ പറയുന്നത് പോയിൻ്റ് ബേസ്ഡ് സിസ്റ്റം അല്ല, അതിന് പകരം സെയിൽസ് ആൻഡ് സർവീസ് എന്ന ഈ മേഖലകളിൽ, അല്ലെങ്കിൽ ട്രക്കിംഗ് മേഖലകളിൽ ജോലി ചെയ്യുന്ന ആളുകൾ അവർക്ക് PR ഡയറക്റ്റായിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ അവരെ ഒരു പ്രയോറിറ്റി കൊടുക്കണം പോയിൻ്റ് ബേസ്ഡ് സിസ്റ്റമിന് പകരം. അപ്പം ഇപ്പം നിലവിൽ കാനഡയിൽ PR ഡ്രോസിന് സ്കിൽ ബേസ് ആയിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് എന്തെങ്കിലും പെർട്ടിക്കുലർ സ്കിൽ, അതായത് ഇപ്പം IT ആണെങ്കിലോ അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡിലുള്ള ആൾക്കാർക്കോ അങ്ങനെ ഒരു 7-8 കാറ്റഗറി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ കാറ്റഗറി ബേസ്ഡ് ഡ്രോസ് ആണ് ഇപ്പം വിളിക്കുന്നത്. കാനഡ ഗവൺമെൻറ് പറയുന്നതെന്ന് പറഞ്ഞാൽ സെയിൽസ് ആൻഡ് സർവീസ് അല്ലെങ്കിൽ ട്രക്കിംഗ് അങ്ങനത്തെ ബേസിക് ജോലികൾ ചെയ്യാൻ വേണ്ടി ഞങ്ങൾക്ക് ഒരു ഫോറിൻ വർക്കർ അല്ലെങ്കിൽ ഫോറിൻ സ്റ്റുഡൻസിൻ്റെ ആവശ്യമില്ല. അവർക്ക് പെർമനൻറ്റ് റെസിഡൻസി ഇവിടെ കൊടുത്തിട്ട് അവരെ ഇവിടെ നിർത്തേണ്ട യാതൊരു ആവശ്യമില്ല. അപ്പോൾ ഇതിന് ഏറ്റവും കൂടുതൽ ഒരു പുഷ് വരാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾക്കറിയാം സമ്മറാണ്. അപ്പോൾ സാധാരണഗതിയിൽ കാനഡയിൽ പഠിക്കുന്ന പിള്ളേർ, 10ാം ക്ലാസ്സിൽ തന്നെ പഠിക്കുന്ന പിള്ളേർ, അതിനല്ലെങ്കിൽ +1 +2 പഠിക്കുന്ന പിള്ളേർ സമ്മറൊക്കെ ആകുമ്പോഴത്തേക്കും ജോലിക്ക് പോകാറുണ്ട്. ഒരു ടെമ്പററി ജോലി, അത് പോകുന്ന ഏതെങ്കിലും സെയിൽസ് ആൻഡ് സർവീസ് മേഖലകളിലായിരിക്കും. ടിം ഹോട്ടൻസിലോ അല്ലെങ്കിൽ മെക്ഡോണൽഡ്സിലോ അങ്ങനത്തെ കടകളിൽ സർവീസ് സെക്ടറിലായിരിക്കും കൂടുതൽ പോകുക. അപ്പം സാധാരണഗതിയിൽ അവർക്ക് ജോലി കിട്ടാൻ വലിയ ബുദ്ധിമുട്ടില്ല. എന്നാൽ ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏതൊരു കടയിലാണെങ്കിലും ഇന്ത്യൻസ് ആയിരിക്കും മുകളിലിരിക്കുന്നത്, അല്ലെങ്കിൽ മാനേജ്മെൻറ്റിൽ ഇരിക്കുന്നതോ, അല്ലെങ്കിൽ അവിടെ ഏറ്റവും കൂടുതൽ ഇന്ത്യൻസ് ആയിരിക്കും. അടുത്തൊരു മൂന്നാമതൊരു ഡിമാൻഡായിട്ട് അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ PNP പ്രോഗ്രാംസിൽ അവരെ ഉൾപ്പെടുത്തണം, അല്ലെങ്കിൽ PNP പ്രോഗ്രാംസിൽ വീണ്ടും നേരത്തെ എത്രയാണോ പരിഗണന കൊടുത്തുകൊണ്ടിരുന്നത് അത്രയും കൊടുക്കണമെന്നാണ്. ഇത് മേജർലി പ്രിൻസ് എഡ്വേർഡ് ഐലൻഡ്സിനെയാണ് പറയുന്നത്. കാരണം പ്രിൻസ് എഡ്വേർഡ് ഐലൻഡിൽ നേരത്തെ ഒരു ചെറിയൊരു ഐലൻഡാണ്, അപ്പോൾ അവിടെ ആളുകൾ ഒരുപാട് കുറവായിരുന്നു. കനഡിയൻസ് ആണ് അവിടെ കൂടുതലും ഉണ്ടായിരുന്നത്. എന്നാൽ അവിടെ പോയി കഴിഞ്ഞാൽ PR കിട്ടും, അല്ലെങ്കിൽ ആ ഐലൻഡിൽ വർക്ക് ചെയ്ത് 1 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുത്തെ PNPക്ക് അപ്ലൈ ചെയ്യാം, PNP മുഖേന അവിടുത്തെ PR കിട്ടും. അങ്ങനെ ഒരു ഇത് വെച്ചിട്ട് ഒരുപാട് ആൾക്കാർ കാനഡയിലെ പല മേഖലയിൽ നിന്നും നേരെ അവിടത്തേക്ക് പോയി, അതായത് പ്രിൻസ് എഡ്വേർഡ് ഐലൻഡിലേക്ക് പോയി അവിടുത്തെ സാധാരണ ജോലികൾ, ബേസിക് ജോലികൾ, സർവൈവിങ് ജോബ്സ് ചെയ്ത് ഗ്യാസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ ഏതെങ്കിലും കടകളിൽ, സെയിൽസ് ആൻഡ് സർവീസിൻ്റെ കടകളിലോ നിന്നിട്ട് 1 വർഷം ജോലി ചെയ്യുമ്പോഴത്തേക്കും അവർക്ക് PNP മുഖേന PR കിട്ടും എന്നൊരു പ്രതീക്ഷയിൽ പോയി. ഒരുപാട് പേർക്ക് കിട്ടുകയുണ്ടായി. 2024 ആയപ്പോഴത്തേക്ക് അവർ റൂൾ കൊണ്ടുവന്ന് 25% ഓഫ് PNP അവർ കട്ട് ചെയ്തു. ഇനി നമുക്ക് കുറച്ച് ഫാക്ട്സ് നോക്കാം. അതായത് ഈ സമരം നടത്തുന്ന സ്റ്റുഡൻസിൻ്റെ ഭാഗത്താണോ ശരി, അതോ ഇവിടുത്തെ ഗവൺമെൻറ് പറയുന്ന, ഇവിടുത്തെ ആളുകൾ പറയുന്നതാണോ ശരി എന്നാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ കുറച്ച് ഫാക്ട്സ് ആണ് അങ്ങോട്ട് പറയാനുള്ളത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമെന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരു സ്റ്റുഡൻറ്റ് വിസയിൽ കാനഡയിൽ വരുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോളേജിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും, അപ്ലൈ ചെയ്തിട്ടുള്ള ആൾക്കാർക്കറിയാം, നമ്മൾ വെക്കുന്ന എല്ലാ ഡോക്യുമെൻറ്റ്സിൻ്റെ കൂടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു ഡോക്യുമെൻറ്റ് വെക്കുന്നതെന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പർപ്പസ് എന്നാണ്. ആ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പർപ്പസ് എന്ന് പറയുന്ന ഡോക്യുമെൻറ്റിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ, നമ്മളിവിടെ വരുന്നത് പഠിക്കാൻ മാത്രമാണെന്നും, ഇവിടെ വന്ന് പഠിച്ചു കഴിഞ്ഞ് നമുക്ക് തരുന്ന ആ ഒരു എക്സ്റ്റൻഷൻ, അതായത് എത്ര നാളത്തേക്കാണോ നമുക്ക് വർക്ക് പെർമിറ്റ് തരുന്നത്, ആ വർക്ക് പെർമിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ തിരിച്ചു പോകാമെന്നുമാണ് ആ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പർപ്പസ് പറയുന്നത്. അപ്പോൾ നമ്മൾ വരും മുന്നേ കാനഡ ഗവൺമെൻറ് നമ്മളിൽ നിന്ന് എഴുതി മേടിക്കുന്ന ഒരു കാര്യമാണ്. രണ്ടാമത്തെ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, നമ്മൾ ഇവിടെ വന്നു, അതായത് എയർപോർട്ടിൽ ലാൻഡ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് പെർമിറ്റ് കിട്ടുന്നത്. അപ്പോൾ പെർമിറ്റിൽ ഫസ്റ്റ് ലൈൻ തന്നെ എഴുതിയിട്ടുണ്ടാവും, ദിസ് പേഴ്സൺ മസ്റ്റ് ലീവ് കാനഡ എന്നൊരു ഡേറ്റ് അതിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഇത് വെച്ചിട്ട് നമ്മൾ മനസ്സിലാക്കാനുള്ളതെന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ സ്റ്റുഡൻറ്റ് വിസ ഒരു എൻട്രി, അല്ലെങ്കിൽ 90% ആൾക്കാരും ഒരു രാജ്യത്ത് പോയി സെറ്റിലാവാൻ വേണ്ടിയിട്ടാണ് സ്റ്റുഡൻറ്റ് വിസ എടുക്കുന്നത്. അത് ഇനി കാനഡ ആയാലും US ആയാലും അല്ലെങ്കിൽ ഓസ്ട്രേലിയ ആയാലും അല്ലെങ്കിൽ ജർമ്മനി ആയാലും, ഇങ്ങനത്തെ പ്രമുഖ രാജ്യങ്ങളിലെല്ലാം സ്റ്റുഡൻറ്റ് വിസ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവിടെ പോയി എങ്ങനെയെങ്കിലും സെറ്റിലാവുക എന്നൊരു ഉദ്ദേശത്തിലാണ്. അത് തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല, ഓരോരുത്തരുടെ സർവൈവൽ അനുസരിച്ചാണ് ഓരോരുത്തർ ചെയ്യുന്നത്. എന്നാൽ ഈ 2 ക്ലോസ് ഇതിൻ്റെ അകത്തുള്ളതുകൊണ്ട് നമുക്ക് കാനഡ ഗവൺമെൻറ് തെറ്റാണെന്നോ, അല്ലെങ്കിൽ അവരുടെ പോളിസി അവർ പെട്ടെന്ന് രാത്രി കൊണ്ടുവന്നോ, അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ചേഞ്ച് ഇന്ത്യൻസിന് വേണ്ടിയായിട്ട് ചെയ്തതെന്നും നമുക്ക് പറയാൻ പറ്റില്ല. മറ്റൊരു കാര്യം കാനഡിയൻ ഗവൺമെൻറ് പറയുന്നതെന്ന് പറഞ്ഞാൽ,
ഇവിടെ സെയിൽസ് ആൻഡ് സർവീസ് സെക്ടറിൽ ഓൾമോസ്റ്റ് ജോബ്സ് എല്ലാം ഫില്ലായി കഴിഞ്ഞു. ആ ഒരു മേഖലകളിൽ ജോലി ചെയ്യാൻ വേണ്ടി ആരും ഇങ്ങോട്ട് വരണ്ട എന്നാണ്. നമ്മൾ സെയിൽസ് ആൻഡ് സർവീസ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം എന്തൊരു സർവീസ് സെക്ടർ, ഇപ്പം ആമസോണിൽ വർക്ക് ചെയ്യുന്ന, വേറെ ഹോസ്റ്റലിൽ വർക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ എന്തൊരു സർവീസ് സെക്ടറിലേക്ക് നമ്മൾ നിൽക്കുന്നത്, ഇപ്പം ഒരു ചായക്കടയിൽ നിൽക്കുന്നതാണെങ്കിലും ഒരു റെസ്റ്റോറൻറ്റിൽ നിൽക്കുന്നതാണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം വിൽക്കുന്ന ഒരു കാര്യമാണെങ്കിലും അതെല്ലാം സെയിൽസ് ആൻഡ് സർവീസിൽ വരുന്ന കാര്യമാണ്. അല്ലെങ്കിൽ പെർട്ടിക്കുലർലി ട്രക്കിംഗ്, ഇങ്ങനത്തെ മേഖലകളിൽ നിൽക്കുന്ന ആൾക്കാർക്ക് ഇനി PR നൽകില്ല, അല്ലെങ്കിൽ ആ ഒരു മേഖലകളിൽ ജോലി ഇല്ല എന്ന് കാനഡ ഗവൺമെൻറ് തീർത്തും പറയുകയാണ്. ഇനി സ്റ്റുഡൻസിൻ്റെ ഭാഗത്ത് കുറച്ചെങ്കിലും ന്യായം അല്ലെങ്കിൽ കുറച്ചെങ്കിലും ഫൈറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റുന്ന ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മാനിറ്റോബ എന്ന പ്രൊവിൻസിലാണ് ഏറ്റവും ആദ്യം ഈ ഒരു സമരം സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ സ്റ്റാർട്ട് ചെയ്ത് കുറച്ചുകൂടെ ശക്തമായപ്പോഴത്തേക്കും അവിടുത്തെ പ്രൊവിൻഷ്യൽ ഗവൺമെൻറ് എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ, ഈ 2024-2025 വർക്ക് പെർമിറ്റ് എക്സ്പയർ ആവാൻ പോകുന്ന സ്റ്റുഡൻസിന് ഒരു 1 ടൈം ഇളവെന്ന രീതിയിൽ 2 വർഷത്തേക്ക് എക്സ്ട്രാ വർക്ക് പെർമിറ്റ് അവർ കൊടുക്കുകയുണ്ടായി. അപ്പം ഇത് കണ്ടിട്ട് ബാക്കിയുള്ള സ്ഥലങ്ങൾ, അതായത് പ്രിൻസ് എഡ്വേർഡ് ഐലൻഡിലായാലും ബ്രാംപ്ടണിലായാലും പിന്നെ സറി എന്ന് പറയുന്ന സ്ഥലം ബ്രിട്ടീഷ് കൊളംബിയയിലാണ്. അപ്പം ഈ സ്ഥലങ്ങളിൽ ഇന്ത്യൻ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ ഇന്ത്യയിലെ ചില സ്റ്റേറ്റുകളിൽ നിന്നുള്ള ആൾക്കാർ മേജറായിട്ട് സമരങ്ങളിലേക്ക് ഇറങ്ങി. അവർക്കും ആ ഒരു ഇളവ് വേണം, അല്ലെങ്കിൽ അവരെയും ഇങ്ങനെ പരിഗണിക്കണം എന്ന് പറഞ്ഞിട്ട്. എന്നാൽ നമുക്കറിയാം ഇവിടെ ഓരോ പ്രൊവിൻസിനും അവരുടേതായ റൂൾസ് ഉണ്ട്. അതായത് ഫെഡറൽ ഗവൺമെൻറ് പുറപ്പെടുവിക്കുന്ന റൂൾസിന് പുറമെ ഓരോ പ്രൊവിൻസിനും അവരുടേതായ റൂൾസും റെഗുലേഷൻസും ഉണ്ട്. അപ്പം മാനിറ്റോബ അങ്ങനെ ചെയ്തെന്ന് പറഞ്ഞ് കാനഡയിലെ ബാക്കിയുള്ള സ്ഥലങ്ങളെല്ലാം ചെയ്യണമെന്നില്ല. ഇനി നമുക്ക് നോക്കാനുള്ള ഇവിടുത്തെ സിറ്റിസൻസ് എന്താണ് പറയുന്നത്, അല്ലെങ്കിൽ കനഡിയൻസ് എന്താണ് ഇതിനെക്കുറിച്ച് പറയുന്നതാണ്. അപ്പോൾ നമ്മൾ കാനഡ സ്പെസിഫിക് ന്യൂസ് നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വെസ്റ്റേൺ കൺട്രീസിൽ ഫോളോ ചെയ്യുന്ന ചാനൽസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ഒരുപാട് ആങ്കറാണ് നമുക്ക് ഇതിൽ കാനഡിയൻസിൻ്റെ ഭാഗത്ത് ഇന്ത്യൻസിനേക്ക് കാണുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ അവർ പറയുന്ന ഒരു കാര്യമാണ് ഫേക്ക് സ്റ്റുഡൻസ്, അല്ലെങ്കിൽ വി ഡോണ്ട് നീഡ് സ്റ്റുഡൻസ് ഹു ആർ അറ്റ് ദെയർ 40s എന്നാണ്. 40 വയസ്സുള്ള ഒരു സ്റ്റുഡൻറ്റ് എന്തിനാണ് ഇവിടെ വരുന്നത് എന്നാണ് അവർ ആദ്യം തന്നെ ചോദിക്കുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം പറയുന്നതെന്ന് പറഞ്ഞാൽ, നമ്മളിപ്പം കഴിഞ്ഞ ഒരു റീസെൻറ്റ് ഒരു 1 ഇയർ ആ രീതിയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇവിടെ നടന്ന ക്രിമിനൽ ആക്ടിവിറ്റീസ് ഇൻക്ലൂഡിങ് ഖാലിസ്ഥാൻ ആണെങ്കിലും ബാക്കിയുള്ള കില്ലിങ്സ് ആണെങ്കിലും ക്രിമിനൽ ആക്ടിവിറ്റീസ് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇൻവോൾവ്മെൻറ്റ് സ്റ്റുഡൻസും ഇമിഗ്രൻസും ഇന്ത്യയിൽ നിന്ന് വന്നിട്ടുള്ള ആൾക്കാരാണ്. അപ്പം അത് വലിയൊരു ആങ്കറാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ക്രിമിനൽ ആക്ടിവിറ്റിയിലേക്ക് ഒരു ഈസി ടിക്കറ്റ്, അല്ലെങ്കിൽ ക്രിമിനൽസ് ഇവിടെ ഈസി ആയിട്ട് സ്റ്റുഡൻറ്റ് വിസയിൽ കയറി വരുന്നു, ഒരു ബാഡ് തിങ്കിങ് അവർക്ക് ഓൾറെഡി അവരുടെ മനസ്സുകളിലുണ്ട്. അടുത്തൊരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്, ദർ ആർ നോ ജോബ്സ് ഫോർ അവർ ചിൽഡ്രൻ. അതായത് ഇവിടെ ജനിച്ച് പഠിച്ച് വളർന്ന ആളുകൾ അവിടെ സമ്മറിന് സമയത്ത് വെക്കേഷൻ സമയത്ത് ജോലിക്ക് പോകുന്ന, പാർട്ട് ടൈമിന് ജോലിക്ക് പോകുന്ന പിള്ളേർ, അവർക്ക് ആക്ച്വലി അതൊരു പോക്കറ്റ് മണി മാത്രമല്ല, ചെറുതിലേ ഇവിടെ ജോലിക്ക് പോയി അവരവരുടെ കാര്യങ്ങൾ നോക്കുന്ന ഒരു രീതിയാണ് ഇവിടെ. അപ്പോൾ അവർക്ക് സത്യം പറഞ്ഞാൽ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് ജോലിയേ ഇല്ല. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു ചെറിയൊരു മാഫിയ എന്ന രീതിയിൽ സത്യം പറഞ്ഞാൽ ഇതിൻ്റെ അകത്തുണ്ട്. ഇന്ത്യൻസ്, അല്ലെങ്കിൽ നമ്മൾ ചില കടകളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു മാനേജർ എന്ന രീതിയിൽ ഇന്ത്യനാണ് അവിടെ ഇരിക്കുന്നതെങ്കിൽ അവിടുത്തെ എംപ്ലോയീസ് മൊത്തം ഇന്ത്യൻസ് ആയിരിക്കും. അവർ ബാക്കി ആരെയും എടുക്കത്തില്ല. ഒരുപാട് ഫേക്ക് ഡോക്യുമെൻറ്റ്സ് കാണിച്ച് ആളുകൾ ഇവിടെ എത്തുന്നു, അല്ലെങ്കിൽ ഒരുപാട് ഫേക്ക് ഏജൻറ്റ്സ് വഴി ഇവിടെ ആളുകൾ എത്തുന്നു. അങ്ങനത്തെ ഒരു രീതിയും ഇവിടെ ഓൾറെഡി പടർന്നു കഴിഞ്ഞു. കാരണം നമുക്കറിയാം, എനിക്ക് തോന്നുന്നു 3-4 months ബിഫോറാണ് ഇവിടുത്തെ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് വലിയൊരു ന്യൂസ് പുറത്തുവിട്ടത്. അതായത് ഇവിടെ വന്നിട്ടുള്ള സ്റ്റുഡൻസ്, അല്ലെങ്കിൽ ഇവിടെ വന്നിട്ടുള്ള ഒരുപാട് ഇമിഗ്രൻസ് ഇല്ലീഗൽ ഡോക്യുമെൻറ്റ്സ് വഴിയാണ് വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ പ്രൊട്ടസ്റ്റ് എന്ന് പറഞ്ഞ് നടന്നുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഇതൊക്കെയാണ് ഈ സ്റ്റുഡൻസ് ഇവിടെ വാദിക്കുന്നതും ഇവിടുത്തെ ഗവൺമെൻറ് തിരിച്ച് പറയുന്നതും ആളുകൾക്ക് പറയാനുള്ളതും. ഇനി ഇതിൻ്റെ അകത്ത് പറയാനുള്ള ഒരു ക്വിക്ക് അപ്ഡേറ്റ് ആണ്. നിങ്ങൾ അറിഞ്ഞു കാണും, ഒരു 6 months ബാക്ക് കഴിഞ്ഞ ജാനുവരിയിൽ വന്ന ഒരു അപ്ഡേറ്റ് ആണ്. അതായത് ഇനി ഇവിടെ മാസ്റ്റേഴ്സിലേക്ക് വരുന്ന കുട്ടികൾക്കോ അല്ലെങ്കിൽ ഡോക്ടറേറ്റ് ചെയ്യുന്ന കുട്ടികൾക്ക് മാത്രമേ അവരുടെ ഫാമിലിയെ കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പോൾ നേരത്തെ എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഒരു ഡിഗ്രിക്ക് വന്നാലും അല്ലെങ്കിൽ ഒരു അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമിന് വന്നാൽ പോലും നമുക്ക് നമ്മുടെ ഫാമിലിയെ കൊണ്ടുവരാം. ഇപ്പോൾ വൈഫ് ഗ്രാജുവേഷന് വരുന്നെങ്കിൽ കൂടെ ഹസ്ബൻഡ് വരുന്നെങ്കിൽ, അല്ലെങ്കിൽ കുട്ടികൾ വരുന്നെങ്കിൽ കുട്ടികൾക്ക് സ്കൂളിൽ പോകാം, ഹസ്ബൻഡിന് ജോലി ചെയ്യാം, അങ്ങനെ ഒരു കുടുംബം സുഖമായിട്ട് പോകുമായിരുന്നു. എന്നാൽ വന്ന ചേഞ്ച് അനുസരിച്ച് ഇനി വരുന്ന മാസ്റ്റേഴ്സിന് വരുന്ന അല്ലെങ്കിൽ ഡോക്ടറേറ്റിന് വരുന്നവർക്ക് മാത്രമേ കൂടെ കുടുംബത്തിനെ കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ എന്നാണ്. അപ്പം ഞാൻ വീഡിയോയുടെ കൺക്ലൂഡ് ചെയ്യുവാണ്. എന്തൊക്കെയാണ് സ്റ്റുഡൻറ്റ് പ്രൊട്ടസ്റ്റ് എന്നും എന്തൊക്കെയാണ് കാനഡയിൽ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. മറ്റുള്ളവർക്ക് ഈ വീഡിയോ പ്രയോജനപ്പെടും എന്ന് കരുതുവാണെങ്കിൽ അവർക്കും കൂടെ ഷെയർ ചെയ്യുക. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.